തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്കൊക്കെ CPM കടക്കുന്നു എന്ന വാർത്ത വരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ജില്ലാ ഘടകങ്ങൾ നൽകിയ പ്രാഥമിക പട്ടിക പരിഗണിക്കും. അതിനിടെ തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ CPM ഒരുങ്ങുന്നു എന്ന വാർത്തയുമുണ്ട്. കാരണം അവിടെ CPM സ്ഥാനാർത്ഥി മത്സരിക്കാനും സാധ്യതയുണ്ട്. കേസിൽ നിന്ന് വിടുതൽ നേടിയാൽ സീറ്റ് തിരികെ തരണമെന്നാണ് ഉപാധി. 24 മെഗാ ബ്രേക്കിംഗ്. ശ്രീജിത്ത് തിരുവനന്തപുരം നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ഈ കേസിൽ നിന്ന് ഒഴിയാൻ പറ്റും എന്ന ആലോചനയിലാണോ ആന്റണി രാജു? ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗായ്സ്, 24 ആർമി. ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായകമായ ചില ചർച്ചകൾ നടക്കുന്ന ദിവസമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളാണ് ഈ യോഗത്തിന്റെ മുഖ്യ അജണ്ട. ജില്ലാ ഘടകങ്ങൾ നൽകിയ റിപ്പോർട്ടുകളുടെയും മറ്റും അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് CPM സംസ്ഥാന നേതൃത്വം കടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകണമോ എന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും. PBയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ ധാരണയായിട്ടുള്ളത്. ബാക്കി ഏതൊക്കെ പ്രധാന നേതാക്കൾ മത്സരിക്കണം എന്നതിലും ഇന്ന് ഒരു ഏകദേശ ധാരണയാകും. സംസ്ഥാന സമിതിയിലാകും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം അന്തിമ തീരുമാനമുണ്ടാകുക. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി രാവിലെ പുറത്തുവിടുന്നത് ഈ തൊണ്ടിമുതൽ തിരുമറി കേസിലെ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ CPM ഒരുങ്ങുകയാണ്. കാരണം ആന്റണി രാജുവിന് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് തൽക്കാലം മത്സരിക്കാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം ജില്ലാ സെഷൻസ് കോടതിയിലും മറ്റും അപ്പീൽ പോയെങ്കിലും ആ അപ്പീലും കോടതി തള്ളിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയാണ് അദ്ദേഹം പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം. കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ CPM നടപടികൾ ആരംഭിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലേക്ക് കൂടി CPM സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയാണ്. ഡോക്ടർ TM തോമസ് ഐസക് അടക്കമുള്ള നേതാക്കളുടെ പേരുകളാണ് ഇവിടേക്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ആന്റണി രാജു CPM നേതൃത്വമുള്ള ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. അത് തന്റെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മറികടന്ന് തിരിച്ചു വരുമ്പോൾ സീറ്റ് തിരികെ നൽകണം എന്നാണ് ആവശ്യം. അതെന്തായാലും ഒരു ടേം കഴിഞ്ഞേ നടക്കുകയുള്ളൂ. കാരണം ഇടയ്ക്ക് രാജിവെക്കുക എന്നത് CPM അനുവദിക്കുന്ന കാര്യമല്ല. എന്തായാലും അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതോട് ആന്റണി രാജുവിന് വിയോജിപ്പാണ്. കാരണം അവരിൽ നിന്ന് പിന്നീട് സീറ്റ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.